Welcome to +1 exam package part 23 questions from surface tension. കൂടെ മറ്റ് ചില ഒന്ന് രണ്ട് ചോദ്യം കൂടെ വന്നിരിക്കാം. Question number 93. Water rises to a height h, small letter h, in a capillary tube dipped vertically into water to a depth d which is greater than h, d small letter d. The lower end of the tube is closed and is taken out of water and opened again. What length of the water column will remain in the tube when held vertically? അതായത് ഡി ഡെപ്തിലേക്ക് ഇത് ക്യാപിലറി ട്യൂബ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിരിക്കുക. ഈ ഡെപ്ത് ഡിയാണ്, അത് എച്ചിനേക്കാൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എച്ച് ക്യാപിലറി റൈസ് ഉണ്ടായിട്ടുണ്ട്. ഈ ലോവർ എൻഡ് കൈകൊണ്ട് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ട്യൂബ് വെളിയിലോട്ട് എടുക്കുന്നു, എന്നിട്ട് വെർട്ടിക്കലായിട്ട് നിർത്തുന്നു. ഇപ്പോൾ ഈ വാട്ടർ കോളത്തിന് എത്ര ലെങ്ത് ഇതിനകത്ത് നിൽക്കും? ഇതാണ് ചോദ്യം. ഈ കേസിൽ എക്സസ് പ്രഷർ, ഇവിടുത്തെ എക്സസ് പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായിട്ട് ബാലൻസ് ചെയ്യണം. ഇതൊക്കെ നേരത്തെ സർഫസ് ടെൻഷനൊക്കെ കണ്ടപ്പോൾ നമ്മൾ പത്തിരി ചർച്ച ചെയ്തതാണ്. അത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇതൊരു ചാനലാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഴയ ക്വസ്റ്റ്യൻസും പുതിയ ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പഴയ ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 1300 പോസ്റ്റിങ് +1 തന്നെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം തൊട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടൂ. കാരണം ഈ ഹാഷ്ടാഗിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എച്ച് റോ ജി must be balanced by the excess pressure due to surface tension, that is 2s by r. ഇനി ഇത് വെളിയിലെടുത്ത് കഴിയുമ്പോൾ ഈ രണ്ടിടത്ത് മെനിസ്കസ് വരിക. അപ്പോൾ രണ്ടിടത്ത് സർഫസ് ടെൻഷൻ എഫക്റ്റ് കയറി വരും. ഇപ്പോഴത്തെ ട്യൂബിൽ റിമെയിൻ ചെയ്യുന്ന ഹൈറ്റ് എക്സ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എക്സ് റോ ജിയാണ്. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു രണ്ട് സർഫസ് മെനിസ്കസ് വരുന്നതുകൊണ്ട് 2 × 2s by r എന്നെടുക്കണം. ഈ എക്സസ് പ്രഷറിൻ്റെ ഡബിൾ വരും ഇവിടെ. ഇതിൽ 2s by r സ്ഥാനത്ത് നമുക്ക് ഈ എച്ച് റോ ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻ 1 നിന്നെടുത്ത്, അപ്പോൾ എക്സ് റോ ജി ഈക്വൽസ് 2 × h rho 2s by r. 2s by r is h rho g. Rho g would go, then you get x equals 2h. അപ്പോൾ ഈ വെള്ളത്തിനടിയിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നതിൽ എച്ച്, ഈ ഹൈറ്റ് എത്രയും താഴോട്ടുണ്ടോ ആ ഹൈറ്റും കൂടെ ഉള്ള വാട്ടർ കോളം ഇതിനകത്ത് റിമെയിൻ ചെയ്യും. ഇതിൽ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണ് ഇതാ സംഭവം. ഡി ലെസ് ദാൻ എച്ച് ആണെങ്കിൽ ഈ വാട്ടറിനകത്ത് എത്ര പാർട്ട് ചെന്നിട്ടുണ്ടോ അത്രയും പാർട്ട് എച്ചിൻ്റെ കൂടെ വരും. ഇപ്പം ഡി ഈസ് ലെസ് ദാൻ എച്ച് എന്നിരിക്കട്ടെ എങ്കിൽ ഇത് പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് റിമെയിൻ ചെയ്യുന്ന വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് ലെങ്ത് എച്ച് പ്ലസ് ഡി എന്നെടുക്കണം. ഇഫ് ഡി ഈസ് ലെസ് ദാൻ എച്ച്. ഇത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. 94. A soap bubble of radius small r is placed on another bubble of radius capital R. What will be the radius of the portion common to both the bubbles? What angles will be formed among the tangents at a point of contact? ഒരു ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു ബബിള്, സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു ബബിള് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക.
തീർച്ചയായിട്ടും സ്മോൾ ആറിൻ്റെ ഇത് ചെറുതും ക്യാപിറ്റൽ ആറിനേക്കാൾ കുറഞ്ഞ റേഡിയസ് ആയതാണ്. എക്സസ് പ്രഷർ എപ്പോഴും ബബിൾ ആയതുകൊണ്ട് 4s/r, എസ് ഈസ് സർഫസ് ടെൻഷൻ. അപ്പോൾ ആറ് കുറഞ്ഞിരിക്കുന്നുണ്ട്, ഇതിനകത്ത് എക്സസ് പ്രഷർ കൂടുതൽ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് പ്രസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കോമൺ സർഫസ് ഓഫ് കോണ്ടാക്റ്റ് ഇങ്ങനെ വരും. അവിടുത്തെ റേഡിയസാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനകത്തെ എക്സസ് പ്രഷർ ഇവിടുത്തെ എക്സസ് പ്രഷർ ഈക്വലാന്നുള്ളതാണ്. ഇതിലെ എക്സസ് പ്രഷർ ഈ ഭാഗങ്ങളിൽ 4s/R, ഈ ഭാഗത്തത് 4s/r'. പുതിയ റേഡിയസ് r' ആണെന്നിരിക്കട്ടെ ഈ കോണ്ടാക്ട് സർഫസിൻ്റെ. ദാറ്റ് മസ്റ്റ് ബി ബാലൻസ്ഡ് ബൈ ഇതിനകത്തെ എക്സസ് പ്രഷർ 4s/r. ഇതാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇതിനകത്ത് ഇപ്പോൾ രണ്ട് പ്രഷർ വാല്യൂസ് എടുക്കണം. 4s/ ഡീഫോംഡ് ആകാത്ത ഭാഗത്തെ റേഡിയസ് പ്ലസ് 4s/ ഡീഫോംഡ് ആയ ഭാഗത്തെ റേഡിയസ്. ഈ റേഡിയസ് എങ്ങോട്ടും ആയിക്കോട്ടെ, കർവച്ചർ എങ്ങോട്ടും ആയിക്കോട്ടെ, ആ റേഡിയസ് അങ്ങ് എടുത്തുകൊണ്ടാൽ മതി. ഈക്വൽസ് ഇതിനകത്തെ പ്രഷർ 4s/r. പ്രഷറല്ല, എക്സസ് പ്രഷർ. ഇവിടെ നിന്ന് 1/r' നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഡിയസാണ്. 4s എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ 1/r' ഈക്വൽസ് 1/r മൈനസ് 1/R. That is r minus r/r into r. So that r' equals r into r/r minus r. That is the answer. ഈ റിസൾട്ട് ഓർത്തിരിക്കാമെങ്കിൽ ഈ എൻട്രൻസ് പോലുള്ള എക്സാംസിനൊക്കെ അത് ഉപകരിക്കും. ഇനി ഇവിടെ കോമൺ പോയിൻറ്റിൽ ടാൻജൻസ് വരച്ച് കഴിഞ്ഞാൽ 3 ടാൻജൻറ്റ് വരയ്ക്കാം. അറ്റ്ലീസ്റ്റ് ഒരു പ്ലെയിനിൽ 3 ടാൻജൻറ്റ് വരയ്ക്കാം. 3 സർഫസ് ടെൻഷൻ ഫോഴ്സാണ് ചെല്ലുന്നത്. രണ്ടും സോപ്പ് സൊല്യൂഷനാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് ഈക്വലാണ്. അപ്പോൾ 3 കൺകറൻറ്റ് ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ 3 ഫോഴ്സിൽ ഏത് 2 എടുത്താൽ അതിനിടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി വരും. 120 ടോട്ടൽ 360 ഡിഗ്രി. അപ്പോൾ 3 ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള 3 ഫോഴ്സ് കൺകറൻറ്റ് ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഏത് 2 ഫോഴ്സ് എടുത്താലും രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇത് നമ്മൾ വേറെ സ്റ്റാറ്റിക്സിലെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം 95. 2 matchsticks wetted by water and floating on water surface attract each other. Why? തീപ്പെട്ടിക്കുള്ളിൽ 2 നനച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ചെയ്യും. ഡ്രൈ ആണെങ്കിലും അട്രാക്റ്റ് ചെയ്യും. ഒരെണ്ണം ഡ്രൈ, ഒന്ന് വെറ്റഡ് ആണെങ്കിലും ചെറുതായിട്ട് റിപ്പൽ ചെയ്യും. നമുക്ക് ആ പ്രശ്നം ഇപ്പോൾ വിടാം, പുറകെ വരും ചോദ്യം. ഇത് മാത്സിക്കിൻ്റെ ക്രോസ് സെക്ഷൻ ആയിരിക്കട്ടെ. ഇത് വെറ്റഡ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ അടുത്ത് ആണെങ്കിൽ ഇതിനിടയ്ക്കൂടെ കാപ്പിലാരിറ്റി പോലെ വെള്ളം മുകളിലോട്ടൊന്ന് കയറും. എന്നിട്ട് ഇവിടെ കോൺകേവ് മെനിസ്കസ് ഫോം ചെയ്യും. ഇവിടെയും കോൺകേവ് മെനിസ്കസ് ഇങ്ങനെ ഫോം ചെയ്യും. തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ മുകളിലത്തെ പ്രഷറിനൊക്കെ കുറവാണ്. കാരണം താഴോട്ടല്ലേ ഇത് ബെൻഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ പ്രഷർ മുകളിൽ താഴോട്ട് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും മെനിസ്കസിൻ്റെ കോൺകേവ് ഷേപ്പാണ് മെനിസ്കസിൻ്റെ ആ കോൺവെക്സ് സൈഡിൽ ലിക്വിഡിനകത്തെ പ്രഷർ കുറവാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇവിടെ പ്രഷർ കുറവും, ഈ ഭാഗത്തല്ല അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ ഭാഗത്തും വരുന്നു. ഇവിടെ പ്രഷർ അതിനേക്കാൾ കുറയുന്നു. ഫലത്തിൽ ഇത് അട്രാക്റ്റ് ചെയ്യും. സോ വെൻ ദി wetted matchsticks come closer, are placed closer, floated closer to each other, water rises to a little height in between the sticks. As a result, pressure in between them is reduced below the atmospheric pressure. So an unbalanced force from the surrounding on either side of the matchsticks bring them closer. That is the answer. Question number 96.
one end of a capillary tube is lowered into water to a depth h. What pressure is required to blow an air bubble out of the lower end of the tube? വെള്ളത്തിലോട്ട് ഒരു കാപ്പിലറി ട്യൂബ് ഇങ്ങനെ ടിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എച്ച് ഡെപ്ത് ഉണ്ട്, ഡെപ്ത് എച്ച്. ഇതുവഴി എത്ര പ്രഷർ ലൂതിയാൽ ഒരു എയർ ബബിൾ ഇവിടെ ഫോം ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയർ ബബിൾ ജസ്റ്റ് ഫോം ചെയ്യുമ്പോൾ ആ എയർ ബബിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് എക്സസ് പ്രഷർ നമ്മൾ ഊതുമ്പം കൊടുക്കണം. ദറ്റ് ഈസ് 2s/r. ഒരു ഫ്രീ സർഫസ് അല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ എല്ലാം വെള്ളമല്ലേ. അപ്പോൾ ബബിൾ ലിക്വിഡിനകത്തുണ്ടാകുന്ന എയർ ബബിൾ എന്ന് പറയുമ്പോൾ എക്സസ് പ്രഷർ 2s/r. നേരെ സോഫ്റ്റ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് എയറിൽ ബബിൾ ഫോം ചെയ്യുമ്പോൾ 4s/r. കാരണം 2 ഫ്രീ സർഫസ് വരും അകത്തും പുറത്തും. ഇവിടെ ഫ്രീ സർഫസ് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് 2s/r നൽകണം. ഇതിനെതിരെ നമ്മൾ വർക്ക് ചെയ്യുക. ഈ പ്രഷർ ഉണ്ടാക്കാൻ നമ്മൾ ഊതണം. ഇതുകൂടാതെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ h ഓവർകം ചെയ്യണം. ഇതും കൂടാതെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓവർകം ചെയ്യണം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ടോട്ടൽ പ്രഷർ ഊതുമ്പം കൊടുക്കേണ്ടത് atmospheric pressure plus h plus 2s/r. That is the answer. അത്രയും പ്രഷർ കൊടുത്താൽ ഒരു ബബിളോ ഫോം ചെയ്യുള്ളൂ. 97. The free surface of a liquid is usually likened, likened to a stretched elastic membrane. In what respects does this disagree in reality? സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോഴൊക്കെ പറയും, ഒരു ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് വലിച്ചു നീട്ടിയ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഒരു റബ്ബർ ഷീറ്റ് പോലെയാണെന്നൊക്കെ പറയും, ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെയാണെന്ന് പറയും. ചുരുങ്ങാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്, അതിൽ സർഫസ് ഏരിയ കുറയാൻ ശ്രമിക്കുന്നു എന്ന് പറയും. ഈ ഉദാഹരണം റിയാലിറ്റിയിൽ ഡിസഗ്രി ചെയ്യുന്ന കാര്യം ആണ്. ഇലാസ്റ്റിക് മെംബ്രെയിൻ്റെ കേസിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ടെൻഷനെ അതിനെ തിരിച്ച് പഴയ ഏരിയയിലോട്ട് കൊണ്ടുവരുന്നത്. ആ ടെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതോറും കൂടും. സോ ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ആൻ ഇലാസ്റ്റിക് മെംബ്രെയിൻ increases with stretching or increases with increase in area of the membrane. On the other hand, surface tension of a liquid is independent of surface area. ആ കടലിലെ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ ആ കടലിൽ നിന്നൊരു മഗ് വെള്ളം കോരിയെടുത്താൽ അതിൻ്റെ സർഫസ് ടെൻഷൻ സെയിമാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഏരിയ, ദറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ദി ലിക്വിഡ്. ഓൺ ദി അതർ ഹാൻഡ്, tension developed in an elastic membrane depends on area, increase in area or area of the membrane, stretched membrane. That is the answer. At the 98. To remove a grease spot from a cloth, it is wise to apply some petrol to the edges of the spot instead of applying it on the entire spot all on a sudden. Explain. തുണിയിലൊക്കെ ഒരു ഗ്രീസിൻ്റെ സ്പോട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് അല്പം പെട്രോൾ എടുത്തിട്ട് ഈ എഡ്ജിൽ, ആ സ്പോട്ടിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സ്പോട്ട് അങ്ങ് മാറും. നേരെ മറിച്ച് പെട്രോൾ നേരെ കൊണ്ട് ആ സ്പോട്ടിൽ മൊത്തത്തോടെ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് മൊത്തത്തോടെ തുണി വൃത്തികേടാകും. ഇവിടെ പ്യുവർ പെട്രോളിൻ്റെ സർഫസ് ടെൻഷൻ ഗ്രീസ് അലിഞ്ഞ പെട്രോളിൻ്റെ സർഫസ് ടെൻഷനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ എഡ്ജിലോട്ട് പെട്രോൾ മുട്ടിക്കുമ്പോൾ എഡ്ജിൻ്റെ ഭാഗത്ത് സർഫസ് ടെൻഷൻ കൂടും പ്യുവർ പെട്രോളിനേക്കാൾ ചുറ്റുമുള്ളവർ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഉള്ളിലേക്ക് ചുരുങ്ങും. ഈ ഗ്രീസിൻ്റെ എഡ്ജ്
ഡയല്യൂട്ടഡ് ആയിരിക്കുക പെട്രോൾ കൊണ്ട്. അവിടെ സർഫസ് ടെൻഷൻ കൂടുതലാണ്. അതുകൊണ്ട് സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ഇത് ഉള്ളിലേക്ക് ചുരുങ്ങും. സ്പോട്ട് അങ്ങ് ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ എഡ്ജിൽ അപ്ലൈ ചെയ്താൽ സ്പോട്ട് ചെറുതായിട്ടങ്ങ് വാനിഷ് ചെയ്യും. മറ്റേ നേരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യത്തേ ഉള്ളൂ ഇൻസ്റ്റെഡ് ഓഫ് വാനിഷിങ്. സോ ആൻസർ സർഫസ് ടെൻഷൻ ഓഫ് petrol which is dissolved by or containing grease, dissolved or surface tension of petrol which is dissolved by grease with grease is greater than pure petrol. So when petrol is applied at the edges, the spot will contract and it will disappear. On the other hand, when petrol is applied on the entire spot all on a sudden, it will spread to a larger area. That is the answer. 99. How would the pressure of a gas change if the forces of attraction between the molecules suddenly disappeared? ഗ്യാസിലെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ പെട്ടെന്ന് ഇല്ലാതായാൽ ഗ്യാസിൻ്റെ പ്രഷറിന് എന്ത് സംഭവിക്കുമെന്നാണ്. പ്രഷർ വിൽ ഇൻക്രീസ്. കാരണം ഈ പാത്രത്തിൻ്റെ വെസലിൽ വന്ന് മോളിക്യൂൾസ് ഇങ്ങനെ നിരന്തരം ഇടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ പ്രഷർ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇടിക്കാൻ ചെല്ലുന്ന മോളിക്യൂളിനെ പുറകിൽ നിന്ന് വലിക്കുന്നുണ്ട് പുറകിലുള്ള മോളിക്യൂൾസ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന ശക്തിയിൽ മൊമെൻ്റത്തിൽ ചെന്നിടിക്കാനൊക്കാതെ വരും. നേരെ മറിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മോളിക്യൂൾസ് തമ്മിൽ ഇല്ലെങ്കിൽ, അവർ തമ്മിൽ യാതൊരു അട്രാക്ഷനൊന്നും ഇല്ലെങ്കിൽ സ്വതന്ത്രമല്ലേ, വരുന്ന മൊമെൻ്റത്തിൽ ചെന്നിടിക്കാം. ആരും പുറകോട്ട് പിടിച്ചു വലിക്കാനില്ലല്ലോ. സോ പ്രഷർ വിൽ increase. In the absence of molecular attraction, every molecule can bombard the wall of the vessel with full momentum without any reduction. So pressure will increase. Question number 100. A vessel contains water at room temperature. What happens to the pressure if the force of cohesion between water molecules suddenly disappears? ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് കൊഹേഷൻ ഉണ്ട്. ഈ ഫോഴ്സ് ഓഫ് കൊഹേഷൻ പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രഷർ, ദി വാട്ടർ വിൽ ബിക്കം an ideal gas. That is the answer. ഇതൊരു ഐഡിയൽ ഗ്യാസായിട്ട് മാറി. ഇതിനെ പിടിച്ച് വെള്ളമായിട്ട് നിർത്തിയിരിക്കുന്ന, ഒരു ബ്ലോക്കായിട്ട് പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനാണ്, അതായത് അഡ്ഹഷനാണ്. അഡ്ഹഷൻ വാനിഷ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് എല്ലാം സ്വതന്ത്രമാകും. So water will be converted into an ideal gas so that it will obey the gas laws. PV equals RT per molecule per mole. അവിടുന്ന് പ്രഷർ, അതനുസരിച്ചുള്ള പ്രഷറാണ് വാട്ടർ എക്സർട്ട് ചെയ്യുന്നത്. സോ വെൻ ദി കൊഹഷൻ ഡിസപ്പിയേഴ്സ്, വാട്ടർ ബിഹേവ്സ് ലൈക്ക് an ideal gas and pressure is decided by the equation, gas law, PV equals RT per mole of water. That is the answer. We will see in the next posting. Thank you.